തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള മിഷൻ 2025 പേരിൽ കോൺഗ്രസിൽ ഉടലെടുത്ത ഭിന്നത പരിഹരിക്കാൻ അനുരഞ്ജന നീക്കവുമായി ഹൈക്കമാൻഡ്. കെപിസിസി അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനെയും ഹൈക്കമാൻഡ് പ്രതിനിധികൾ നേരിൽ കാണും. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ ഇംഗ്ലണ്ടിൽ നിന്ന് തിരികെയെത്തിയ ശേഷം ചർച്ച നടക്കുമെന്നാണ് സൂചന. വിമർശനങ്ങളിൽ എഐസിസിയെ അതൃപ്തി അറിയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഹൈക്കമാൻഡ് ഇടപെടലില്ലാതെ ചുമതല ഏറ്റെടുക്കില്ല എന്നാണ് വി ഡി സതീശന്റെ നിലപാട്. അതേസമയം താൻ വിമർശനത്തിന് അതീതനല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംഘടനാപരമായ കാര്യങ്ങളിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു. ഹൈക്കമാൻഡ് ഇടപെടേണ്ട ആവശ്യമില്ലെന്നും മിഷൻ 2025 മുന്നോട്ടു പോകുമെന്നുമായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. പാർട്ടിയിൽ ഒരു തർക്കവുമില്ല. തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനാണ് പാർട്ടി യോഗമെന്നും തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ തിരുത്തേണ്ടവർ തിരുത്തുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. മിഷൻ 2025 ചുമതല പ്രതിപക്ഷ നേതാവിനാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇപ്പോഴത്തെ വിവാദം തെറ്റിദ്ധാരണ മൂലമാണ്. പ്രതിപക്ഷ നേതാവ് വഴിവിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. പാർട്ടി നല്ല രീതിയിൽ പോകുന്നതിൽ ചിലർക്ക് അസ്വസ്ഥതയുണ്ടെന്നും അവരാണ് ഇല്ലാത്ത കാര്യങ്ങൾ വാർത്തയായി നൽകുന്നതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചു.